അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് സ്വയമായി വിശേഷബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത അവരുടെ അറിവിൻ്റെ മാർഗങ്ങളായ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലാഹു തആല മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള, മനുഷ്യരെ പോലെ ജിന്നുകളുമുണ്ട്, അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പരലോക ജീവിതം, ഈ പരലോക ജീവിതത്തിലേക്ക് അവരെ സജ്ജരാക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത് എന്ന നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അറിവ് നൽകേണ്ടതുണ്ട്. ഈ അറിവ് നൽകാൻ സാധാരണഗതിയിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവ് പോരാ, മനുഷ്യർക്കറിയുന്ന അറിവ് പോരാ. മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളും പോരാ. അതിനപ്പുറമുള്ള ഒരറിവ് അതിനാവശ്യമുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള അറിവ് അതിനാവശ്യമുണ്ട്. കാരണം പരലോക ജീവിതം എന്ന ഇവിടെ പരിചയപ്പെടാനോ ഇവിടെ നിരൂപിക്കാനോ സാധിക്കാത്ത ഒരു ജീവിതം നമുക്ക് നിരൂപിക്കാൻ സാധിക്കുള്ള എന്നും ഒരു വയസ്സ്, ഒരു മാറ്റവും വരാത്ത വയസ്സ്, തീരാത്ത അറ്റമില്ലാത്ത ജീവിതം, ഇതൊന്നും നമുക്ക് നിരൂപിക്കാൻ കഴിയില്ല. 33 വയസ്സുകാരായി ഇരിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു, ജീവിക്കുന്നു മരിക്കുന്നു, ജീവിക്കുന്നു മരിക്കുന്നു, അങ്ങനെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് അനന്തമായ ഒരു വിഭാഗം നീങ്ങുന്നു. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഈ അവസ്ഥകളൊന്നും മനുഷ്യന് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ എന്ന് മാത്രമല്ല, മനുഷ്യന് സാമാന്യ ബുദ്ധി കൊണ്ട് നിരൂപിക്കാൻ പോലും കഴിയാത്ത സംഗതികളാണ്. ഇത് പടച്ച തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന ആ മറുലോകത്തെ ജീവിതത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നൽകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകേണ്ടതുള്ളത് കൊണ്ട് അത് നൽകാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇന്ദ്രിയാതീതമായ കാര്യങ്ങൾ നൽകാൻ, ഇന്ദ്രിയാതീതമായ അറിവിൻ്റെ വഴിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചുകൊണ്ട് വഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകാൻ, ആ വഹയി താങ്ങാവുന്ന, ആ വഹയി സഹിക്കാവുന്ന, ആ വഹയിന് പറ്റുന്ന ഒരു കൂട്ടം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ വിധത്തിൽ സൃഷ്ടിക്കുകയും അതേ വിധത്തിൽ രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവരെ അമ്പിയാക്കളായും അവരിൽ നിന്ന് മുർസലീങ്ങളായും തിരഞ്ഞെടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അറിവുകൾ നൽകി മനുഷ്യരെ സംബന്ധിച്ചുള്ള അവൻ്റെ വ്യവസ്ഥിതി പൂർത്തിയാക്കുന്നത്. അവരുടെ ജീവിത ലക്ഷ്യം എന്താണെന്നും ആ ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ, അത് നേടാൻ അവരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുമൊക്കെ ഇവരിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ മനുഷ്യവർഗത്തിന് ഒന്നിച്ചു നൽകുന്നത്. ഈ വ്യവസ്ഥയിൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പര്യവസാനിപ്പിച്ച 1,24,000 അമ്പിയാക്കന്മാരെയാണ് ഈ അറിവ് നൽകുന്നതിന് വേണ്ടി, സന്ദേശം സ്വീകരിക്കുന്നതിന് പാകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയത്. അവരെയാണ് നമ്മൾ അമ്പിയാക്കൾ എന്ന് പറയുന്നത്. വഹ്യ് കിട്ടുന്ന ആളുകൾ എത്രയാ അവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആലയിൽ നിന്ന് പ്രത്യേകമായി ഇന്ദ്രിയാതീതമായ രീതിയിൽ അല്ലാഹു അറിവ് നൽകാൻ എങ്ങനെയാണോ അല്ലാഹു തിരഞ്ഞെടുത്ത മാർഗം, അല്ലാഹു ആ അറിവുകൾ നൽകുന്നതിന് എങ്ങനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചിരിക്കുന്ന നിലകൾ, ആ നിലയിലൂടെ ഈ അറിവ് ലഭിക്കുന്നതിന് പാകമാകുന്ന തരത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 പേരെ മനുഷ്യവർഗത്തിൽ നിന്ന് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുകയാണ്. വന്ന ആളുകളെ മനുഷ്യവർഗത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് 1,24,000 ആളുകൾക്ക് സമയമാകുമ്പോൾ ഓൽക്ക് വഹി നൽകുകയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. തീർച്ചയായും അങ്ങനെ വഹി ലഭിക്കാൻ പറ്റുന്ന പാകതയിൽ മനുഷ്യരുടെ പ്രകൃതിയാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ പാകമല്ല, ഒരിക്കലും പാകമല്ല. അതുകൊണ്ട് തന്നെ അവരെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നത് അതിന് പാകപ്പെട്ട രീതിയിലാണ്. എല്ലാ ഓരോ കുല്ല ശൈഇൻ ഖൽഖ, എല്ലാ ഓരോ വസ്തുവിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെതായ സൃഷ്ടിപ്പിന്റെ വ്യവസ്ഥയും അതിൻ്റെതായ സൃഷ്ടിപ്പിന്റെ രീതിയും അതിൻ്റെ നിലനിൽപ്പിന്റെ രീതിയുമാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്നത് എന്നത് അല്ലാഹു തആലയുടെ കൃത്യതയാണ്, സൃഷ്ടിപ്പിന്റെ കൃത്യതയാണ്. ആ കൃത്യത പോലെ തന്നെ മനുഷ്യവർഗത്തിൽ നിന്ന് 1,24,000 പേരെ വഹ്യ് സ്വീകരിക്കാൻ പാകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുകയാണ്. അവർ വഹ്യ് സ്വീകരിക്കാൻ പാകത്തിലായതുകൊണ്ട്
ആ വഹയിന്റെ വിവരങ്ങൾ പിഴക്കാതിരിക്കേണ്ടത് കൊണ്ട് അവരൊരിക്കലും പിഴവ് പറ്റാത്തവരായി, പിഴച്ചവരായി അവരെ ആരും കാണാൻ പാടില്ല ഒരു കാലത്തും. കാരണം അവർ നൽകുന്ന അറിവ് പിഴക്കാൻ പാടില്ലല്ലോ. വഹയിന്റെ അറിവ്, ആ വഹയിന്റെ അറിവ് പിഴക്കാൻ പാടില്ലാത്തത് കൊണ്ട് പിഴവ് തന്നെ സംഭവിക്കാൻ പറ്റാത്ത, തെറ്റു സംഭവിക്കാൻ പറ്റാത്ത, കുറ്റങ്ങൾ സംഭവിക്കാൻ പറ്റാത്ത പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 മനുഷ്യരെ തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉണ്ടായവരിൽ നിന്ന് കാലാകാലം വരുമ്പോൾ തിരഞ്ഞെടുക്കല്ലോ. ഇവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയാണ്. ആ സൃഷ്ടിച്ചതിൽ അവരിൽ ആദ്യം സൃഷ്ടിച്ചിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. തങ്ങളുടെ ആത്മാവിനെ, തങ്ങളുടെ പരമസത്തയെ, എന്താണ് തങ്ങൾ എന്ന് പറഞ്ഞാലെങ്കിൽ ആ പരമസത്തയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ സൃഷ്ടിച്ച് അതിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് അമ്പിയാക്കന്മാരെയും ആ രൂപത്തിൽ സൃഷ്ടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഒളിവിൽ നിന്ന്, തിരു ആത്മാവിന്റെ ഭാഗമായി അവരെ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് അവരെയൊക്കെ ഈ ആദ്യം സൃഷ്ടിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴികാട്ടികളായും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിയൊരുക്കുന്നവരായും, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുന്നവരായും, അതതു കാലത്ത് ഈ 1,24,000 അമ്പിയാക്കളിൽ നിന്ന് 313 മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുകയും അവരെ നിശ്ചയിക്കപ്പെട്ട ജനതയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇങ്ങനെ 313 മുർസലീങ്ങൾ, ഈ എണ്ണം വ്യക്തമാക്കുന്ന ഹദീസുകൾ 315 എന്ന തരത്തിൽ എണ്ണം വ്യക്തമാക്കുന്ന മുർസലീങ്ങളുടെ എണ്ണം വ്യക്തമാക്കുന്ന ഹദീസ് സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. 1,24,000 അമ്പിയാക്കൾ എന്ന് എണ്ണം പറയുന്ന ഹദീസും സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ബലപ്പെട്ട് സ്ഥിരപ്പെട്ട ഈ 2 ഹദീസിന്റെ ക്രമപ്രകാരം കൃത്യമായ ഒരു എണ്ണമാണല്ലോ ഇത്. മൊത്തം പറയുന്ന ഒരു എണ്ണമല്ല. 1,24,000 എന്ന് പറയുന്നത് കൃത്യമായ ഒരു എണ്ണമാണ്. അവരിൽ നിന്ന് 315 313 പറഞ്ഞാൽ അതും കൃത്യമായ എണ്ണമാണ്. ആ കൃത്യമായ എണ്ണം ആളുകളെ അവരവരിലേക്ക് പ്രത്യേകം അവർക്ക് ആരെയാണോ സമൂഹമായി അള്ളാഹു നിശ്ചയിച്ചെങ്കിൽ ആ സമൂഹത്തിലേക്ക് അയക്കുകയാണ്. എല്ലാ നബിമാർക്കും വഹയി നൽകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിവ് നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന്റെ വിവരമറിയിക്കുന്നു. ആ ആഗമനത്തിന്റെ വിവരം തങ്ങൾ സന്ദേശങ്ങൾ കൈമാറുന്ന ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി, പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി മുർസലീങ്ങളോടും അറിയിച്ചു കൊടുക്കേണ്ടവർക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ നബിയെക്കുറിച്ച് അറിയിച്ചു കൊടുക്കാൻ അമ്പിയാക്കന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിപ്പ് നൽകുകയും ഒരുക്കുകയും ചെയ്തതനുസരിച്ച് മാനവകുലം ജീവിച്ച കാലം ഇത്രയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന മുഹമ്മദ് മുസ്തഫ എന്ന് നമ്മൾ പേര് വിളിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരടക്കമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരങ്ങൾ ഈ കഴിഞ്ഞ വർഗത്തിന് മുഴുവൻ, മനുഷ്യവർഗത്തിൽ ജീവിച്ച സമൂഹങ്ങൾക്ക് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അവരൊക്കെ സുവിശേഷം അറിയിച്ചുകൊണ്ട് കടന്നു പോവുകയും അവരവരുടെ കാലത്തെ ജനങ്ങൾക്ക് അവർക്ക് യോഗ്യമായ രീതിയിൽ, ആ സമൂഹത്തിനിണങ്ങുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള നിയമങ്ങളും ചിട്ടകളും അനുസരിച്ച് മനുഷ്യരെ സജ്ജീകരിക്കുകയും ഒരുക്കുകയും മാനവരാശിയിൽ ആ അമ്പിയാക്കന്മാരിലൂടെ 313 മുർസലീങ്ങളിലൂടെ മാനവരാശിയിൽ എല്ലാ ഭാഗങ്ങളിലുമായി ഓരോ തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സംസ്കാരങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു. ഈ സംസ്കാരങ്ങളെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരേണ്ട സമയത്ത്, കൃത്യമായ സമയത്ത്, അതായത് 1,24,000 നബിമാരും സുവിശേഷം അറിയിച്ച നബി എപ്പോൾ വരണമോ ആ വരേണ്ട സമയത്ത് 313 മുർസലീങ്ങളിൽ നബി അല്ലാത്ത മറ്റെല്ലാവരും സുവിശേഷം അറിയിച്ചിട്ടുള്ള ആ നബി വരേണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറം ലോകത്തേക്ക് മനുഷ്യ സൃഷ്ടിപ്പ് എങ്ങനെയാണോ ആ സൃഷ്ടിപ്പിന്റെ വ്യവസ്ഥിതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും ചെയ്യുന്നു.
ഇതാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വിവരം. മനസ്സിലാക്കേണ്ട വിവരവും ഒറ്റക്കൊരു നബി അള്ളാഹുവിന്റെ റസൂല് അവസാനം വന്നപ്പോൾ അവസാനത്തെ തലമുറയിലെ ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത് അള്ളാഹു തആല അയക്കുകയല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള മനുഷ്യ സമൂഹത്തിലെ എല്ലാ സമൂഹങ്ങളിലും, ഏത് പ്രദേശത്തെ സമൂഹങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുവിശേഷം എത്തിയിട്ടുണ്ട്. മാ മദതു ഫത്രത്തും മിനർ റുസലി ഇല്ലാ ബശറത് ഖൗമഹാ ബികല്ലംബിയാഉ എന്ന് മഹാനായ ഇമാം ബൂസൈരി തങ്ങൾ അവർ പറഞ്ഞത്, ഏത് മുർസലീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചുകൊണ്ടാണ് കടന്നുപോയത്. ഒരു നബി കടന്നു പോകുമ്പോഴും നബിയുടെ സുവിശേഷം അറിയാത്ത ഒരു മുറിക്കൽ ഈ സമൂഹത്തിൽ മനുഷ്യ സ്വർഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി തങ്ങൾ അവർ പറഞ്ഞത്. നബിയെ വിശ്വസിക്കണമെന്നും അംഗീകരിക്കണമെന്നും കരാറ് പിടിച്ചുകൊണ്ടാണ് ഏത് നബിമാർക്കും നബുവത്ത് നൽകുന്നതെന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്യം ഇതിന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് വരാൻ പാകമാകുമ്പോഴേക്കും സമൂഹം സമ്പൂർണതയിലെത്തിയിട്ടുണ്ട്. സാമൂഹികമായി സമ്പൂർണ്ണ നിയമം അവതരിപ്പിക്കാനുള്ള പാകതയിലെത്തിയിട്ടുണ്ട് സമൂഹത്തിന്റെ വളർച്ചയുടെ ദശകളെല്ലാം പൂർത്തിയാക്കി പൂർണ്ണമായ അവസ്ഥയിൽ സാമൂഹികമായി മനുഷ്യവർഗം എത്തി നിൽക്കുമ്പോൾ സമ്പൂർണമായ നിയമവുമായി അന്ത്യപ്രവാചകരെ അയക്കാനുള്ള അല്ലാഹു തആലാന്റെ തീരുമാനവും അല്ലാഹു തആലാന്റെ ഇറാദത്തും വേണ്ടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കുകയാണ്. അങ്ങനെ അവസാനം അയക്കപ്പെട്ടവരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മറ്റു പ്രവാചകന്മാരെയും എല്ലാം നമ്മൾ ഈ കാണുന്ന വിധം അവർ നൽകേണ്ട വിവരങ്ങൾ എന്താണോ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നൽകുന്ന വിവരങ്ങൾ എന്താണോ, ആ വിവരങ്ങൾ തബ്ലീഗ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടവരോട് ആ നിർദ്ദേശിച്ച രീതിയിൽ ഒരു സമുദായത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന നിർബന്ധമാക്കിയ രീതിയിൽ അവരും, അറിവ് നൽകപ്പെട്ട വിഭാഗം അറിവ് നൽകുന്നവരാരാണോ അവർക്ക് അറിവ് നൽകിക്കൊണ്ടും മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും നബിയുടെ ആഗമനത്തെക്കുറിച്ചും നബി വരുമ്പോൾ നബി തങ്ങൾ കൊണ്ടുവരുന്ന ദീനിനെ കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും സാമൂഹികമായി ഈ മനുഷ്യവർഗത്തിന്റെ എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലത്തുള്ള സമൂഹങ്ങളിലും നിലനിന്നിട്ടുണ്ട്. പരിപൂർണമായി വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ അയക്കുകയും ചെയ്യുന്നു. റസൂലിനെയാവട്ടെ 20 വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിനിടയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായ ഒരു ജീവിത പരിപാടി, ഒരു ജീവിതത്തിന്റെ എല്ലാ മാർഗങ്ങളെയും എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന നിയമസംഹിത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് നമ്മൾ കാണുന്നത്. ഈ ഇസ്ലാമിന്റെ പ്രത്യേകത, ഇതിനു മുൻപേ അയക്കപ്പെട്ടിട്ടുള്ള അംബിയാ മുർസലീങ്ങളെല്ലാം പ്രബോധനം ചെയ്തിട്ടുള്ള സത്യദീനിന്റെയും സത്യമായ നിയമങ്ങളുടെയും അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സത്യമായ അറിവിന്റെയും പൂർത്തീകരണമായി അതിന്റെ ഭാഗമായി അവസാനമായി വരുന്നതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന്. മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുള്ള ദീനിന്റെ ആ ദീനിനായി രൂപപ്പെട്ടു വന്ന സംസ്കാരത്തിന്റെ മുഴുവൻ പൂർത്തീകരണമാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സാധിക്കുന്നത്. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ലോകത്തെ എല്ലാ സമൂഹങ്ങളിലും നിലനിന്നിട്ടുള്ള എല്ലാ സംസ്കാരങ്ങളും അമ്പിയാക്കന്മാരിലൂടെ മാത്രം ലഭിച്ചതാണ്. അമ്പിയാക്കന്മാരിലൂടെ അല്ലാതെ ഇത്തരം നല്ല സംസ്കാരങ്ങൾ ലഭിക്കാൻ ഒരു വഴിയുമില്ല. എന്തെല്ലാം നമ്മൾ നല്ല സംസ്കാരമായി നമ്മൾ വിലയിരുത്തുന്നുണ്ടോ, നല്ല ആശയങ്ങളായി എന്തെല്ലാം നമ്മൾ വിലയിരുത്തുന്നുണ്ടോ, അത്തരം ആശയങ്ങളും തത്വങ്ങളും എല്ലാം അമ്പിയാക്കന്മാരിലൂടെ മാത്രമാണ് വന്നിട്ടുള്ളത്. കാരണം മനുഷ്യവർഗത്തിലെ ആദ്യത്തെ വ്യക്തി തന്നെ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലാണ്, മുർസലായ നബിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസവും. ഈ വിശ്വാസപ്രകാരം ആദം നബി മുതൽക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള സമൂഹത്തിലെ എല്ലാ നല്ല സംസ്കാരങ്ങളും അവർക്കിടയിൽ നിലനിൽക്കുന്ന എല്ലാ നല്ല തത്വങ്ങളും എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരും സ്വീകരിക്കുന്ന സർവാംഗീകൃതമായ തത്വങ്ങൾ ധാരാളമുണ്ടല്ലോ. ആ തത്വങ്ങൾ
അത്രയും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിലൂടെ ഈ ലോകത്ത് പ്രചരിച്ചിട്ടുള്ളതും ഈ ലോകത്ത് നിലനിന്നിട്ടുള്ളതുമാണ്. ആ പ്രവാചകന്മാരിലൂടെയും ദൂതന്മാരായ മുർസലീങ്ങളിലൂടെയും വന്നിട്ടുള്ള എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും നല്ല സംസ്കാരങ്ങളുടെയും എല്ലാറ്റിന്റെയും പൂർത്തീകരണത്തിനും അതിൽ വല്ലതും ജീർണത ബാധിച്ചതോ മോശപ്പെട്ടതോ കൈകേറ്റങ്ങൾക്ക് വിധേയമായതോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തിരുത്തി പരിശുദ്ധമാക്കി സമ്പൂർണമായ ഒരു നിയമസംഹിതയും ഒരു സമ്പൂർണമായ സംസ്കാരവും സമ്പൂർണമായ വിശ്വാസവും സമ്പൂർണമായ ആചാരങ്ങളും ഇതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു മനുഷ്യവർഗത്തിന് സമ്മാനിച്ചിട്ടുള്ള ജിന്നു വർഗത്തിന് അതിന്റെ രീതിയിലും സമ്മാനിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ റസൂലിലൂടെ വന്ന ഇസ്ലാം. ഈ ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നല്ല നിലയിൽ തന്നെ മനസ്സിലാക്കി രൂപപ്പെടുത്തി മനസ്സിലാക്കിയാൽ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ യാതൊന്നും തന്നെ നിലനിൽക്കുകയല്ല, നിലനിൽക്കത്തക്കതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അമ്പിയാക്കന്മാരെയും നമ്മൾ വിലയിരുത്തിയാൽ അവരെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന പുരാതികളോ കുപ്രചാരണങ്ങളോ തെറ്റായ നിലയിലുള്ള അവരെ കുറിച്ച് ആക്ഷേപങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കത്തക്കതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം അള്ളാഹു അവന്റെ നിശ്ചയപ്രകാരം ആ നിശ്ചയത്തിനനുസരിച്ച് അങ്ങനെ കൊണ്ടുപോവുകയാണ് അമ്പിയാക്കന്മാരെ. അമ്പിയാക്കന്മാർ മലക്കുകളെ പോലെ എന്നല്ല ഈ പറയുന്നതിനർത്ഥം. മലക്കുകൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് സവിശേഷ ബുദ്ധിയിൽ തിരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പില്ല. അള്ളാഹു എങ്ങനെയാണോ നിശ്ചയിച്ചത് അങ്ങനെ മാത്രം വരാൻ പറ്റുന്ന ഒരു പ്രകൃതിയാണ്. മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെയല്ല. മനുഷ്യർക്ക് ചിന്തകൾ വരും, മനുഷ്യർക്ക് ആശയങ്ങൾ വരും. ആശയങ്ങൾ കടന്നു വരുമ്പോൾ അത് തിരഞ്ഞെടുക്കാനും അത് ഒഴിവാക്കാനും പറ്റുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യമൊക്കെ ഉള്ള ശൈലിയിൽ അള്ളാഹു തആലാന്റെ അമ്പിയാക്കന്മാരെ അള്ളാഹു തിരഞ്ഞെടുക്കുമ്പോഴും നല്ലത് മാത്രം തിരഞ്ഞെടുക്കുന്ന ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരെയും എല്ലാ വഹ്യ് വഹിക്കുന്ന വാഹകരായ വഹ്യിന്റെ വാഹകരായ അമ്പിയാക്കന്മാരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ പാപങ്ങളോ കുറ്റങ്ങളോ തെറ്റുകളോ വരാൻ പറ്റാത്ത ഒരു പ്രകൃതം, അതായത് അവരിൽ നിന്ന് അത് സംഭവിക്കാൻ പറ്റാത്ത ഒരു പ്രകൃതം അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രൂപത്തിലും സ്വഭാവത്തിലും അല്ലാഹു തആല ഒരുക്കുന്നുണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കുന്ന ഭാഗമാണ്. ഈ ഭാഗം അത്രയും ശരിയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിലയിരുത്തിയാൽ നബിയെ കുറിച്ചല്ലേ നമുക്ക് പൂർണ്ണമായ വിവരങ്ങൾ കിട്ടിയിട്ടുള്ളൂ. അല്ലാത്തവരെ കുറിച്ചൊക്കെ ഖുർആൻ നൽകുന്ന അല്പം വിവരങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സുസുഹും അലൈക. തങ്ങൾക്ക് വിവരം തന്നവരും തരാത്തവരുമായി ധാരാളം മുർസലീങ്ങളുണ്ടെന്നും അമ്പിയാക്കളുണ്ടെന്നും അല്ലാഹു തആല പറഞ്ഞ പോലെ നമുക്ക് വിവരം കിട്ടിയിട്ടില്ല പലരെ കുറിച്ചും. ആകെ 25 പേർ മാത്രമാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഖുർആനിൽ പേര് പറയപ്പെട്ടിട്ടുള്ളൂ. സ്വൽപ്പം ചരിത്രം വിവരിച്ചിട്ടുള്ളവർ അവരിലും താഴെയാണ്. 1,24,000 പേരിൽ നിന്നും 25 പേരെ മാത്രമാണ് മുർസലീങ്ങളെ അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പേര് പറഞ്ഞു തന്നിട്ടുള്ളൂ. പേര് പറഞ്ഞവരെ മുഴുവൻ വിവരിച്ചിട്ടില്ല. വിവരിച്ചിട്ടുള്ളത് വളരെ കുറച്ച് പേർ മാത്രമുള്ളൂ. ചിലരെ വീണ്ടും 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 ഓരോരോ സന്ദർഭത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ കലാമിൽ അള്ളാഹു വിവരിച്ചിരിക്കുകയാണ്. അങ്ങനെ വിവരിച്ചിട്ടുള്ളവരുടെ ഒന്നും ചരിത്രം പൂർണ്ണമല്ല, പൂർണ്ണമായി നമുക്ക് ലഭിച്ചിട്ടില്ല, പൂർണ്ണമായി അറിയാൻ മാർഗവുമില്ല. ഏതെങ്കിലും വിധത്തിലൂടെ നമുക്ക് കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ശരിവെച്ചെങ്കിൽ അല്ലാതെ നമുക്ക് ബോധ്യപ്പെടാനും മാർഗമില്ല. അതുകൊണ്ട് കിട്ടിയ വിവരം വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരമാണ് നമുക്കെത്തിയിട്ടുള്ള വിവരം. നമ്മൾ നബിയെ കുറിച്ചാണ് പഠിക്കേണ്ടതും നബിയെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളതും. നബിയെ കുറിച്ച് പഠിച്ചതനുസരിച്ചുകൊണ്ടാണ് മറ്റ് നബിമാരെ നമ്മൾ വിലയിരുത്തേണ്ടത്. നബിയുടെ 20 വർഷത്തെ ജീവിതകാലം മാത്രമല്ല, 63 വർഷക്കാലം അള്ളാഹുവിന്റെ റസൂല് ജീവിച്ച ആ ജീവിതകാലം അത്രയും നമ്മൾ വിലയിരുത്തിയാൽ ശരിയല്ലാതെ, ന്യായമല്ലാതെ, ധർമ്മമല്ലാതെ, ശരിയായ സംസ്കാരമല്ലാതെ, സ്വഭാവമല്ലാതെ, ശരിയായ വാക്കുകളല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായിട്ടില്ലെന്ന് നമുക്ക് ബോധ്യമാകും. പ്രവൃത്തിയിലോ വാക്കിലോ ഒരു തെറ്റായി തോന്നുന്ന, ഇസ്ലാം പരിപൂർണമായി അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി തോന്നുന്ന,
അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് എതിരായി തോന്നുന്ന ഒന്നും വരാത്ത പ്രകൃതിയിലാണ് അള്ളാഹുവിന്റെ റസൂലിനെ സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ 63 വർഷം അവിടെ നിന്ന് ജീവിച്ച ആ ജീവിതം മൊത്തവും നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയുടെ മാനദണ്ഡങ്ങളാണ്, സത്യത്തിന്റെ മാനദണ്ഡങ്ങളാണ്. സത്യമായി അവയെല്ലാം നമുക്ക് സ്വീകരിക്കാം. നബിയുടെ പ്രവൃത്തികളിൽ നിന്നോ നബിയുടെ സ്വന്തം നബിയുടെ കാലത്തെ സംബന്ധിച്ച് കാലത്തെ പ്രവൃത്തികൾ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ, നബിയുടെ സ്വന്തമായിട്ടുള്ള ജീവിതത്തിലെ പ്രവാചകത്വത്തിന്റെ മുൻപത്തെ അവിടുത്തെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിൽ പോലും ശരിയല്ലാതെ, ന്യായമല്ലാതെ, ധർമ്മമല്ലാതെ നമുക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ സൃഷ്ടിപ്പ്. അവിടെ നിന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം എങ്ങനെയാണോ ആ നിർദ്ദേശത്തിനനുസരിച്ച് പോവുകയാണ്. അള്ളാഹുവിന്റെ വ്യവസ്ഥിതി എങ്ങനെയാണോ ആ വ്യവസ്ഥിതിക്കനുസരിച്ച് പോവുകയാണ്. അതിൻ്റെ അപ്പുറം ഒന്നും അവിടുന്ന് അവിടുത്തെ വ്യക്തിപരമായ രീതിയിൽ ഒന്നും പറയുന്നില്ല, ഒന്നും ആക്കുന്നുമില്ല. വല്ലതും വല്ലപ്പോഴും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുവിന്റെ വ്യവസ്ഥയുടെ ഭാഗമായി സംഭവിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നബിയുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിനും വളരെയധികം വിഷമം സൃഷ്ടിച്ച ഒന്നാണല്ലോ അവിടുത്തെ സഹധർമ്മിണി, ഏറ്റവും ഇഷ്ടക്കാരിയായ സഹധർമ്മിണി ആയിഷ റളിയല്ലാഹു അൻഹ എന്നവരെ ചൊല്ലി ഉണ്ടായ പുരാതി, ആയിഷ ബീവിയെ ചൊല്ലി ഉണ്ടായ പുരാതി. 1 മാസക്കാലം വഹി പിന്തി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വഹി ഇറങ്ങാതെ 1 മാസക്കാലം നിൽക്കുകയാണ്. 1 മാസക്കാലം മദീന പ്രകമ്പനം കൊള്ളുകയാണ്. സ്വഹാബാക്കളിൽ ചിലർ പോലും ഈ പുരാതിയുടെ ഷെറിൽ അകപ്പെട്ടുകൊണ്ട് കാര്യമറിയാതെ സംസാരിച്ചു പോയിട്ടുള്ള ചിലർ പോലും ആ കൂട്ടത്തിലുണ്ട്. അവർക്ക് അല്ലാഹു തആല മാപ്പ് നൽകി എന്ന് അല്ലാഹു തആല പിന്നെ ആയത്തിറക്കിയപ്പോൾ ഒന്നു സംഭവിച്ചു. ഈ 1 മാസത്തിനിടയിൽ അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹുവേ എന്റെ ഈ കാര്യത്തിൽ ഒരു ശരിയായ നില എന്താണെങ്കിൽ, സത്യം എന്താണെങ്കിൽ ആ സത്യം നീ എനിക്ക് വെളിവാക്കി തരണമേ എന്ന് ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു മൊഴി നമ്മൾ കേൾക്കുന്നില്ലല്ലോ. 1 മാസക്കാലം വഹിയില്ലാതെ പോവുകയാണ്. 1 മാസക്കാലം വഹിയില്ലാതെ പോയപ്പോ ആ 1 മാസം പൂർത്തിയായ ശേഷം അള്ളാഹുവിന്റെ റസൂല് സ്വന്തം ചിന്തിക്കുകയാണ്. അള്ളാഹുവിന്റെ തീരുമാനം മനുഷ്യരിൽ ഉണ്ടാകുന്ന സാധാരണ പ്രവർത്തനം പോലെ തന്റെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഈ പ്രശ്നത്തെ നമ്മൾ തന്നെ തീർക്കണമെന്നാകും അള്ളാഹുവിന്റെ നിശ്ചയം. അല്ലെങ്കിൽ വഹി വരേണ്ടതാണല്ലോ. ഇങ്ങനെ വഹി വരേണ്ട ഈ സന്ദർഭത്തിൽ വഹി വരാത്തത് നമ്മൾ തന്നെ തീർക്കണമെന്നത് കൊണ്ടാകാം. അതുകൊണ്ട് തീർക്കാനൊന്ന് നോക്കാമെന്ന് 1 മാസം കാത്തിരുന്ന ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി തീരുമാനിക്കുന്നത്. ആ തീരുമാനങ്ങൾ പക്ഷേ ഒരു 2-3 ദിവസം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ ഉസാമത്ത് ബിൻ സൈദ് എന്നവരെ വിളിക്കുന്നു. അതേപോലെ അലി റളിയല്ലാഹു അൻഹു വിളിക്കുന്നു. വീടിന്റെ അകത്തെക്കുറിച്ചും വീടിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അറിയുന്നവർ നബിക്ക് ചർച്ച ചെയ്യാൻ വീട്ടുകാരായി അവരാണല്ലോ പ്രധാനപ്പെട്ടുള്ളത്. വീട്ടിലുള്ള കാര്യങ്ങൾ അവർക്കാണ് അറിയുക. അവരെ വിളിച്ചിട്ട് ചോദിക്കാണ്, നിങ്ങൾക്ക് ആയിഷയെ കുറിച്ച് വല്ലതും ആവൂലേ? ആ ചോദിച്ചപ്പോൾ കിട്ടുന്ന മറുപടി തന്നെ ഒരാൾ ഒന്ന് പറയുന്നു, രണ്ടാളും മറ്റൊരാൾ മറ്റൊന്ന് പറയുന്നു. ഉസാമത്ത് ബിൻ സൈദ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലികാരല്ലേ, വീടരല്ലേ. അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല, ഒരു നിലയിലും സംഭവിക്കാനിടയില്ല. ആ തരത്തിലുള്ള ഒന്നുമില്ല. അവിടുത്തെ അഹ്ലുകാരെ അല്ലാഹു തആല നല്ല നിലയിൽ മാത്രം ഒരുക്കി തന്ന അഹ്ലാണ്. നമുക്കും അവരെ കുറിച്ച് നല്ലത് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ അവരെ തങ്ങൾ പിടിച്ചു നിൽക്കുക എന്ന് ഉസാമത്ത് ബിൻ സൈദ് പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിക്കേണ്ട ഭാഷയാണ്, നബിയുടെ പൊറുതികേട് നീക്കുന്ന ഭാഷയാണ്. നബി ഇതിൽ അസ്വസ്ഥപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ബുദ്ധിമുട്ടേണ്ട. എന്തിന് തങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടണം? തങ്ങൾക്ക് അല്ലാഹു തആല ഇടുക്കമൊന്നുമാക്കിയിട്ടില്ലല്ലോ. എത്രയോ പെണ്ണുങ്ങളില്ലേ, എത്രയോ പെണ്ണുങ്ങൾ ധാരാളം ഭൂലോകത്തില്ലേ. പിന്നെന്തിനാ തങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? പിന്നെ വിവരമറിയാനാണെങ്കിൽ ആ ബരീറിനോട് ചോദിച്ചാൽ പോരെ? ബരീറിനോട് ചോദിച്ചാൽ ആ സംഗതി അറിയുമല്ലോ എന്ന് പറയാണ്. ബരീറിനോട് നബി ചോദിച്ചു. ബരീറ പറഞ്ഞത്, ഞാനൊന്നും കണ്ടിട്ടില്ല, ഒരു വിഷയവും എൻ്റെ അടുക്കൽ ഒരു മോശമായി കാണാനില്ല. കുഴച്ചു വെച്ച മാവ് കുഴച്ചു വെച്ചാണ്ട് ചിലപ്പം കടന്നുറങ്ങും, അത് ആട് വന്ന് തിന്ന് കൊണ്ടുപോകും ചിലപ്പോൾ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ അവരിൽ അറിയില്ല എന്ന് ബരീറ പറയുന്നു. വിഷയം ഇത് എത്തിയപ്പോ അതനുസരിച്ചൊന്ന് പ്രസംഗിച്ചു നോക്കാമെന്ന് അന്നു തന്നെ അള്ളാഹുവിന്റെ റസൂല് തീരുമാനിച്ചു. ഒന്ന് സംസാരിച്ചു നോക്കാമെന്ന് തീരുമാനിച്ച് മിമ്പറിൽ കയറി നബിയുടെ ഭാഗത്ത് നിന്ന് സംസാരമുണ്ടായി. ആ സംസാരം ഉണ്ടായത് തന്നെ പരമാർത്ഥം സ്വഹാബത്തിനിടയിൽ അതൊരു വലിയ തർക്കമായി തീരുകയാണ് ഉണ്ടായത്. കാരണം ആ സംസാരത്തിനിടയിൽ
ഔസ് ഗോത്രത്തിൽപ്പെട്ട ഒരു നേതാവ് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ആ കാര്യത്തിനനുസരിച്ച് ഹസ്റജ് ഗോത്രത്തിന്റെ നേതാവ് തന്നെ ലക്ഷ്യമാക്കിയും തന്റെ ഗോത്രത്തെ ലക്ഷ്യമാക്കിയുമാണോ അദ്ദേഹത്തിന്റെ സംസാരം തോന്നിയിട്ട് അവർ തമ്മിലുള്ള കശപിശ ആരംഭിക്കുന്നു. ആ കശപിശയിൽ പിന്നെ ഗോത്രക്കാർ രണ്ടു കൂട്ടരും കൂടിയിട്ട് അവിടെ ആ സമ്മേളിച്ച സമ്മേളനത്തിൽ അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ നിൽക്കേണ്ടി വരികയാണ് മിമ്പറിൽ. നബി അവരെ പിന്നെ ശബ്ദമടക്കാൻ പാടുപെട്ടു. അവരെ ശബ്ദമടക്കി അടക്കി നിർത്തി. ഞാൻ ബാക്കിയൊന്നും സംസാരിക്കേണ്ടെന്ന് നബി അങ്ങ് ഇറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി. ഇതൊക്കെ ആകെ 2-3 ദിവസത്തെ സംഭവങ്ങൾ മാത്രമാണ്. ഈ 2-3 ദിവസത്തെ സംഭവത്തിൽ നടക്കുന്നതാണിത്. അപ്പൊ തങ്ങൾ സംസാരിച്ചു നോക്കുകയായിരുന്നു, സ്വന്തം തീരുമാനിച്ചു നോക്കുമ്പോൾ നടന്നില്ല. അത് കഴിഞ്ഞപ്പോ പിന്നെ വന്ന് ആയിഷാ ബീവിന്റെ അടുത്ത് വന്ന് ഒന്നിരുന്ന് സംസാരിക്കാം ആയിഷാനോട്. 1 മാസമായല്ലോ, നേരിട്ടൊന്ന് കാര്യമായി സംസാരിച്ചിട്ടല്ലോ. അസുഖത്തിന്റെ യുദ്ധം കഴിഞ്ഞ് വന്ന അസുഖത്തിന്റെ വിവരമാണ്. ആ അസുഖത്തിന്റെ കൈഫറ്റീക്കും എങ്ങനെ വിവരം ചോദിക്കും, ഓ സുഖം അല്ലെങ്കിൽ സുഖമല്ല അങ്ങനെ പറയും. ആ പറഞ്ഞും കേട്ട് പോരുകയാണ്. ഈ 1 മാസം എന്റെ അടുക്കൽ അള്ളാഹുവിന്റെ റസൂൽ ഒന്നും ഇരുന്നിട്ടില്ല എന്ന് പിന്നീട് ആയിഷാ ബീവി സംഭവം വ്യക്തമായി മനസ്സിലാക്കുമ്പോ അവർ തിരിച്ചു പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്. അന്നൊന്ന് ഇരുന്നോക്കി സംസാരിച്ചു. അൽഹംദുലില്ലാഹ് ഷഹാദത്തിലുമൊക്കെ സംസാരിച്ചു. ആയിഷാനോട് സംസാരിച്ചു. ആയിഷാ ബീവിനോട് സംസാരിച്ചിരിക്കുമ്പോൾ ആയിഷാ ബീവിൽ നിന്ന് കിട്ടിയ പ്രതികരണം മറ്റൊരു പ്രതികരണമാണ്. ആ പ്രതികരണം സംസാരിച്ചിരുന്നതിൻ്റെ ഇടയിൽ ആയിഷാ ബീവിക്ക് പറയാനുള്ളത് പറഞ്ഞ് ആയിഷാ ബീവി അങ്ങോട്ട് തിരിഞ്ഞു കടന്നത് തന്നെ പരമാർത്ഥം അതാ വഹി വന്നു. ആ വഹി വന്നത് ഒരു 10 ആയത്തുകളാണ്. 10 ആയത്ത്. ഇന്നല്ലത് ആയിഷ പറയുന്നത്, എന്നും പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഖുർആൻ വാചകമൊന്നും എൻ്റെ കാര്യത്തിൽ ഇറങ്ങുമെന്ന് ഞാൻ ഒരിക്കലും നനച്ചതല്ല. കാരണം ഞാൻ അത്ര നിസ്സാരയല്ലേ, ഒരിക്കലും ഒരു സാരമുള്ളൊരു നിലയിൽ എനിക്ക് എന്നെ കുറിച്ച് തോന്നിയിട്ടില്ല. ഈ 10 ആയത്തുകളും എൻ്റെ കാര്യത്തിൽ ഇറങ്ങിയതാകുന്നു എന്ന് വീണ്ടും പറയാണ് അവർ ഊറ്റം കൊണ്ട്. 10 ആയത്തുകൾ ഇന്നും നമ്മൾ ഖുർആനിൽ ഓതുകയാണ്. ഇത് അവതരിക്കേണ്ടേ അള്ളാഹുവിന്റെ കലാം, ഖദീമായ കലാം. ഈ ഖദീമായ കലാം അവതരിക്കുന്നതിന് വേണ്ടിയുള്ള അള്ളാഹു തആലാന്റെ ഒരുക്കങ്ങളായിരുന്നു വാസ്തവത്തിൽ ഈ സംഭവങ്ങൾ അത്രയും. യുദ്ധത്തിൽ വന്നതും മാല പോയതും തിരിച്ചു തന്നതും തെരഞ്ഞു നെക്കിയതും വേറൊരാളെ കൂടെ പോരേണ്ടി വന്നതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു സംഗതി മാത്രമാണ്. ഈ നിയമങ്ങൾ വരേണ്ടേ? അങ്ങനെ വന്നിട്ടുള്ള മനുഷ്യ സഹജമായ സാധാരണ സംഭവിക്കേണ്ടത് എന്താണോ നബിയിൽ നിന്ന് ശരി തന്നെയാണ് ആ ശരികൾ സംഭവിച്ചതെങ്കിൽ ആ ശരികളെ തുടർന്ന് കൂടുതൽ ശരിയായി അറിയിക്കാൻ ചിലപ്പോൾ അല്ലാഹു തആല സംഭവങ്ങൾ ഒരുക്കിയിട്ടാണ് അല്ലാഹു തആലാന്റെ നിയമം വരുന്നത്. നബിയിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കൽ നിസ്കാരത്തിൽ 2 റക്അത്ത് നിസ്കരിച്ച് നബി സലാം വീട്ടി പോവുകയാണ്. സലാം വീട്ടി പോകുക എന്ന് മാത്രമല്ല, നിസ്കാരം ചുരുക്കിപ്പോയിക്കണോ എന്ന് ചോദിച്ചിട്ട് അതുകൂടി നബിക്ക് ഓർമ്മല്ലാതെ നബി തങ്ങൾ അങ്ങ് പോയി നിൽക്കുകയാണ് 2 റക്അത്ത് നിസ്കരിച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാലോ സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്, ദുല്ലതൈന്റെ ഹദീസ്. ആ ഹദീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നബിക്ക് ഓർമ്മ വന്നിട്ടില്ല. 5-6 വാക്കുകൾ അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആ നടന്ന വാക്ക് കഴിഞ്ഞപ്പോ ശരിയാണെന്ന് തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. ആ ഒരു 2 റക്അത്ത് മറന്നിട്ട് നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ച ആ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് എത്ര 100 കണക്കിന് നിയമങ്ങൾ, ഞാൻ വ്യക്തമായി തന്നെ പറയുകയാണ്, സെഹുവിന്റെ ബാബിൽ, നിസ്കാരത്തിന്റെ സെഹുവിന്റെ ബാബിൽ വരുന്ന 100 കണക്കിന് നിയമങ്ങളാണ് ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിൽ വരുന്നത്. ഇതൊരുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ ഒരു വ്യവസ്ഥയുടെ ഭാഗമായി അല്ലാഹു തആല നബിക്ക് വരുത്തിയതാണ് ആ മറവി. ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഏതൊന്നെടുത്ത് നമ്മൾ പരിശോധിച്ചാലും നബിയുടെ ജീവിതത്തിൽ വന്നതെല്ലാം അള്ളാഹുവിന്റെ വഹയിന് പാകമാകുന്ന വിധത്തിൽ അവസരമൊരുക്കാനും സന്ദർഭമൊരുക്കാനും അതിന് സമൂഹത്തിൽ വഴിയൊരുക്കുന്നതിനു വേണ്ടി വന്ന സംഭവങ്ങളല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ അള്ളാന്റെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം, അള്ളാഹുവിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് മാത്രം ഒഴുകാൻ തങ്ങളുടെ ശരീരത്തെ വിട്ടുകൊടുത്തിട്ടുള്ള ഏറ്റവും തവക്കുലിന്റെ ഉദാത്ത മാതൃകകളായ, ഈ തഫ്വീദിന്റെ ഉദാത്ത മാതൃകകളായ 1,24,000 പേരാണ് അമ്പിയാക്കൾ. അവരിൽ ഏറ്റവും മുന്തിയ അഫ്ളലായ
മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ ഏറ്റവും മുന്തിയ മാതൃകയുമാണ്. ആ മാതൃകയുള്ള ജീവിതമാണ് നമുക്ക് ഇസ്ലാമിന് നൽകിയത്. അതില്ല എങ്കിൽ പരിശുദ്ധ സമ്പൂർണമായ ഇസ്ലാമിനെ അവതരിപ്പിക്കാനുള്ള മറ്റൊരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടില്ല. അതിൽ സർവ്വഥാ യോഗ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് നബിയുടെ ജീവിതം മൊത്തമായി പരിശോധിച്ചാൽ നമുക്കാകാം. മറ്റെന്ത് ജീവിതത്തിന്റെ നബിയെ കുറിച്ച് പുരാതി പറയുന്നു, ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുകയല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ അടുത്തറിയുമ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശത്തിനനുസരിച്ച്, അള്ളാഹു തആലാന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അള്ളാഹുവിന്റെ ഇറാദത്തിനനുസരിച്ച് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ കേവലം ഒരു ഒഴുക്കല്ല, ഇല പോലെ ആടുന്ന പോലെ ഒരു ആട്ടൊന്നുമല്ല, ഇഖ്തിയാർ പ്രകാരം ഇഷ്ടപ്രകാരം അള്ളാഹു മുസ്ലിങ്ങളെല്ലാം അമ്പിയാക്കളെല്ലാം ശരിയായ വിധം അങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുന്ന നന്മയുടെ ഏറ്റവും മുന്തിയ മാതൃകകളാണ്. അവരിലെ അവസാനത്തെ കണ്ണിയായി യഥാർത്ഥത്തിൽ അള്ളാഹു തആല അള്ളാഹുവിന്റെ ദീനാകുന്ന ഇസ്ലാം എന്താണോ അത് നബിയിലൂടെയാണല്ലോ അവതരിപ്പിക്കുന്നത്. അതിന്റെ മുൻപുള്ള ദീനുകളെല്ലാം അക്കാലക്കാർക്ക് ശരിയാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമല്ലല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിയമങ്ങൾ അതിലില്ലാതുണ്ടല്ലോ. കാലികമായി വേണ്ട നിയമങ്ങളാണ് അതത് കാലത്ത് നിയമങ്ങൾക്കുള്ളത്. എല്ലാ നിയമങ്ങളും വേണ്ടതാണ് അള്ളാഹുവിന്റെ ദീനെങ്കിൽ ആ എല്ലാ നിയമങ്ങളും ഒത്തൊരുങ്ങിയതും എല്ലാം സമ്മേളിച്ചിട്ടുള്ളതും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു ഇക്മാൽ ചെയ്ത, സമ്പൂർണമാക്കിയ, അള്ളാഹു അവതരിപ്പിച്ച ഈ പരിശുദ്ധ ഇസ്ലാമിനാണുള്ളത്. ഈ ഇസ്ലാമിനെയും അള്ളാഹുവിന്റെ ഹബീബിനെയും ശരിക്കും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുകയും നമ്മൾ ശരിക്കും ബോധ്യപ്പെടുകയും നമ്മുടെ ഈമാൻ നല്ലപോലെ ഉറപ്പിക്കുകയും നമുക്കൊരു തരത്തിലുള്ള ചാഞ്ചാട്ടമോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഒന്നും നമ്മുടെ മനസ്സിൽ കടന്നു വരാത്ത വിധം സമ്പൂർണമായ തരത്തിലുള്ള ഒരു ഉറച്ച വിശ്വാസം നബുവത്തിനെ സംബന്ധിച്ചും നബിയെ സംബന്ധിച്ചും ആ നബിയിലൂടെ വന്ന ഇസ്ലാമിനെ സംബന്ധിച്ചും നമ്മുടെ മനസ്സിൽ ദൃഢതരമായാൽ മറ്റുള്ളവർ നമുക്കൊരു വിഷയമല്ല. മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ നമുക്കൊരു വിഷയമല്ല. നമ്മൾ നമ്മുടെ സമുദായത്തിനകത്താണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പ്രബോധകന്മാരും മൂല്യന്മാരും പണ്ഡിതന്മാരും എല്ലാം ഈ വിധം അള്ളാഹുവിന്റെ ഹബീബിനെ വിലയിരുത്തി മനസ്സിലാക്കി ബോധ്യപ്പെടാനാണ് വളരെയധികം പരിശ്രമിക്കേണ്ടതും അവിടുത്തെ ജീവിതം നല്ലപോലെ പഠിക്കേണ്ടതും. ഇതിനുള്ള ഒരു ചെറിയ വഴി തുറക്കാൻ പറ്റുന്ന, എല്ലാവരും അടുത്ത് മനസ്സിലാക്കണമെന്ന് പ്രത്യേകം സന്ദേശം നൽകാൻ പറ്റുന്ന ഒരു പരിപാടി മാത്രമാണ് ഈ സെമിനാറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഫലവത്താക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.